ബാക്കിലെ കഷ്ടപ്പാട് എഴുത്ത് ഫസ്റ്റ് അത് പറയാതിരിക്കാൻ പറ്റാത്തൊരു വലിയ കാര്യമാണ്. റൈറ്റൽ സംഘടന മിമിക്രിയുടെ ഈ ഇതിനകത്ത് തന്നെ ആർട്ടിസ്റ്റുകൾ എല്ലാവരും തന്നെ ആർട്ടിസ്റ്റുകളുമാണ്. എല്ലാവരും എഴുത്തുകാരുമാണ്. പിന്നെ ഈ മാർക്കറ്റിംഗ് തന്ത്രങ്ങളും ഇതിൻ്റെ വക്രബുദ്ധികളിലേക്കും ചിന്തിക്കാത്തത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇന്നിപ്പോൾ എഴുതി വെച്ചേക്കണ പല ആളുകളും വലിയ വലിയ തലങ്ങളിൽ എത്തേണ്ട ആളുകൾ. തീർച്ചയായിട്ടും. അപ്പോൾ ഇന്ന് തന്നെ ഇപ്പോൾ ഈ നമ്മുടെ പ്രോഗ്രാം തന്നെ പുതിയ വരുന്ന ആളുകൾക്ക് ഒരവസരമാണ്. അതാ റൈറ്റൽ എന്ന് പറയുന്ന ആ ചിന്തയാണ്. അതെ. സാധാരണ ഇപ്പോൾ തന്നെ ഓൾറെഡി വർക്ക് കുറവാണ്. പല സോഷ്യൽ മീഡിയയും സംഭവമൊക്കെ വന്നതുകൊണ്ട് വർക്ക് കുറവാണ്. അപ്പോഴും പുതിയ ആളുകൾ വരട്ടെ എന്നുള്ള ഒരു ചിന്ത വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ മനസ്സാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ ബിനു പറഞ്ഞപ്പോൾ ഇവർക്ക് തന്നെ അവസരങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പുതിയ ആൾക്കാരെ കൊണ്ടുവരാൻ ആ ഒരു മനസ്സ് വലിയ മനസ്സാട്ടോ. ബിനു പറഞ്ഞ പോലെ നമുക്കേ പരിപാടിയില്ല, ഇനി എന്തിനാ ഒരാൾ വന്ന് നമ്മുടെ കഞ്ഞിയിൽ പാർട്ടിയുടെ ഒന്ന് ആ ഒരു ചിന്താഗതി ഇല്ല. ഇല്ല. അത് വലിയൊരു പോയിന്റാണ്. പിന്നെ അവിടെ നിന്ന് വന്ന എല്ലാ ആളുകളും അങ്ങനെ ഒരു മാനസികാവസ്ഥയുള്ള ആളുകൾ അവരാണ്. അതുകൊണ്ടാണല്ലോ പുതിയ പുതിയ ആളുകൾക്ക് അവസരങ്ങൾ കൊടുക്കണേ. പിന്നെ ഇതിനകത്തുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ എഴുതുന്ന ആ ഏത് സ്കിറ്റ് ആരാ ചെയ്യണമെന്ന് വെച്ചാൽ ആ സ്കിറ്റിനനുസരിച്ചിട്ട് ആ ആർട്ടിസ്റ്റ് എന്തൊക്കെ ചെയ്യും എന്ന് ഇവർക്കറിയാം. ഇപ്പോൾ എല്ലാ റൈറ്റർമാരും അതൊക്കെ തന്നെ ഒരു സിനിമ ഒരു മനസ്സിൽ കാണുമ്പോൾ ഇന്ന ആൾ ചെയ്താൽ ഇത് അവിടെ സക്സസ് ആയിരിക്കും എന്ന് ഉദ്ദേശിച്ചിട്ടാണ് എഴുതുന്നത്. അത് കറക്റ്റായിരിക്കും. പിന്നെ നമ്മുടെ കൂട്ടുകാരുടെ ഇടിച്ചു കയറ്റം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇതിന് എല്ലായിടത്തും അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ. അങ്ങനെ ഇടിച്ചു കയറാത്ത ഒരു കുറച്ച് വലിയ മനസ്സിനുള്ള ഉടമകളാണ് ഈ പാവം റൈറ്റൽ മിമിക്രിയിലെ ആളുകളുടെ. ഈ ബിനു എഴുതാറില്ലേ? ഞാൻ എഴുതാറുണ്ട്. ബിനു ഈ സ്കിറ്റുകൾ എഴുതുമ്പോൾ നമുക്കൊരു മനസ്സിലൊരു ഐഡിയ വരുവാണല്ലോ. ഇപ്പം ചിലപ്പോൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ മുമ്പേ ഇരിക്കും ബിനുവിനൊരു ഐഡിയ വരും, ഇങ്ങനെ ഒന്ന് എഴുതിയാൽ കൊള്ളാം അല്ലേ. ഇപ്പോൾ എൻ്റെ എന്തെങ്കിലും വാക്കിൽ നിന്ന് എനിക്ക് ഒരു ത്രെഡ് കിട്ടും അല്ലേ. അങ്ങനെ പെട്ടെന്ന് എഴുതിയിരിക്കുന്ന ഒരു സ്കിറ്റ് ഓടുക്കുകയാണെങ്കിൽ ഏതായിരിക്കും ഓർത്ത് വരിക? നമ്മളുടെ ഉള്ളിൽ ഈ കാര്യം കോമഡിയെ പറയണമെങ്കിലും ഒരുപാട് കനലുകളും എല്ലാ കലാകാരന്മാരുടെയും അവർക്ക് പറയാൻ ഒരുപാട് നൊമ്പരങ്ങളും ഇതിനകത്ത് കോമഡികളും എന്നറിഞ്ഞിട്ടുള്ള ഒരു മാനസികാവസ്ഥയായിരിക്കുമല്ലോ. ഇപ്പം മരണ വീട്ടിൽ ചെന്നാലും അതിനകത്തൊരു ഹ്യൂമർ കിട്ടുമെന്ന് നോക്കും. ഈ മിമിക്രി എഴുത്തുകാരുടെ പ്രത്യേകത ആദ്യം അവരെ എന്തിനേയും കാണുമ്പോൾ ഒരാൾ തെന്നി വീണപ്പോൾ അതിൻ്റെ ഹ്യൂമറാണ് നമ്മൾ ശ്രദ്ധിക്കുകയുള്ളൂ അല്ലേ. എന്ന് പറഞ്ഞ പോലെ ഞാൻ നമ്മുടെ രസികരാജ നമ്പർ 1 മിന്നും താരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരുടെ പ്രോഗ്രാമൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ തന്നെയായിരുന്നു നമ്മുടെ ഫുൾ സ്ക്രിപ്റ്റ്. നമ്മൾ തന്നെയായിരുന്നു, വേറെ ആരും എഴുതാനില്ല. ഇപ്പോഴാണ് നമുക്ക് എഴുതാൻ സുഹൃത്തുക്കൾ. അങ്ങനെയാണെങ്കിലും നമ്മൾ എഴുതാൻ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിലും അവരെഴുതാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചുമ്മാ ഇരിക്കില്ല. ആ ഒപ്പം തന്നെ ആ കൂടെ ഇരിക്കും നമ്മളും. അപ്പം അവർ പറഞ്ഞ സംഭവം അതൊക്കെ ഇങ്ങനെ ചെയ്താലോളിയാ ഇങ്ങനെ ചെയ്യാലെന്ന് പറഞ്ഞ് അത് മാക്സിമം ഡെവലപ്പ് ചെയ്ത് മാക്സിമം അത് കയറ്റിക്കൊണ്ടെന്നാണ് ലാസ്റ്റ് റിസൾട്ട് നമ്മൾ പെർഫോം ചെയ്യണ സ്ഥലത്ത് കൊടുക്കണം. അല്ല, അങ്ങനെ എഴുതി പറഞ്ഞ ഓർമ്മ വരുവാണെങ്കിൽ അതായിരിക്കും. നമ്മൾ ഒത്തിരി എഴുതിയിട്ടുണ്ടല്ലോ, ഓർമ്മയിൽ വരുന്ന ഒരു സാധനം ഇങ്ങനെ എവിടെയെങ്കിലും ഇപ്പോൾ നേരത്തെ അല്ല മരണ വീട്ടിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ വീഴുമ്പോൾ നമുക്ക് അവരുടെ ദുഃഖങ്ങളുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു കോമഡി കിട്ടുമെന്നാണ് നോക്കുന്നത്. അങ്ങനെ എവിടെയെങ്കിലും കിട്ടിയ ഒരു സാധനം ഉണ്ടാവില്ലേ? ഒരുപാട് എത്ര വർഷമായി ഇഷ്ടം പോലെയുണ്ട്. അതിനകത്ത് ഞങ്ങൾ ഓണത്തിന് ചെയ്തൊരു ഒരു സ്കിറ്റ്, അതായത് ഈ നിർധനായ ഒരച്ഛൻ, കണ്ണ് കാണാൻ വളർത്തൊരമ്മ, ഒരു അനിയത്തി. ഇവക്ക് ഇത് ത്രെഡ് സീരിയസ് ആണെങ്കിലും ഹ്യൂമറായിട്ട് അവതരിപ്പിച്ചാണല്ലോ നമുക്ക് കയ്യടി കിട്ടുള്ളൂ ചാനലിൽ. അങ്ങനെ ഞങ്ങളൊരു കോമഡി സൂപ്പർ നൈറ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ ചെയ്യണ സമയത്ത് ഒരു ത്രെഡ് ഇങ്ങനെ, കാരണം ആശയദാരിദ്ര്യം വരും. എല്ലാവരും ചിന്തിക്കണൊക്കെ ഒരേ ത്രെഡുകളൊക്കെ ആയിരിക്കും പറഞ്ഞ് നമ്മളെ ഗ്രൂമേഴ്സിനെ കേൾക്കുമ്പോഴൊക്കെ ഇത് മറ്റവൻ പറഞ്ഞതിൻ്റെ ബാക്കിയാണ്. അപ്പം അത്രയ്ക്ക് ആശയദാരിദ്ര്യമാണ്. ഈ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ റൂട്ടങ്ങ് മാറും. ഏതൊരു വീട്ടിലും ഒത്തൊരുമയായിട്ട് നിന്നാലും കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവിടെ തീരും ആ ചേട്ടനനിയൻ ബന്ധങ്ങളും ഇതെല്ലാം. അത് പണ്ടത്തെ ഒരു ഇതിൽ നിന്നുള്ളതും വേറെ മാറും. അവൻ്റെ കാര്യം വേറെ ഫാമിലി ആയത് ആ ഒരു സംഭവത്തിൽ. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഞങ്ങളൊരു സ്കിറ്റ് ചെയ്താൽ ഞാൻ സ്കിറ്റ് ചെയ്തെന്ന് വെച്ചാൽ ഒരു ഫസ്റ്റ് തുടങ്ങുമ്പോൾ ഒരു കൈകെട്ടുകളി തിരുവാതിരയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കണമ്പോൾ എൻ്റെ ഹസ്ബൻഡ് വരുന്നു പറഞ്ഞാൽ ഈ പ്രാവശ്യം ഇതുപോലെ കളിച്ചാൽ അടുത്ത ട്രോഫി നമ്മുടെ കട്ടിലിനടിയിലിരിക്കും. അലമാരി സ്ഥലമില്ലല്ലോ, കട്ടിലിനടിയിലിരിക്കും. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചത് ഈ ഭാര്യയുടെ പൊങ്ങച്ചം കാരണം
അപ്പനെയും അമ്മേനെയും, അപ്പന് പാറമടയിൽ, അമ്മയ്ക്ക് മിറ്റിലടി, തെങ്ങ്, അമ്മയുടെ അച്ഛന് തെങ്ങുകയറ്റം, സുഖമില്ലാത്ത ഒരു പെങ്ങളുമുണ്ട്. ഇവരെയൊക്കെ ഇട്ടിട്ട് ത്രെഡ മനസ്സിൽ ചിന്ത വരുമല്ലോ. അങ്ങനെ പട്ടണത്തിൽ വന്ന് താമസിക്കുക. ശ്രീനിവാസൻ ചേട്ടനൊക്കെ ചെയ്ത ഒരു സംഭവമാണത്. അതിൻ്റെ ഹ്യൂമറിൻ്റെ വേറൊരു സംഭവം. അപ്പം ഈ മറ്റേ VIP കോളനി താമസിക്കുക. അവർ കോളനി താമസിക്കുക. അച്ഛൻ, അച്ഛൻ ഇവൻ VIP കോളനിയിലാണ്. ഇവർ പറഞ്ഞേക്കണത് വേറെ കൂട്ടാ. ഇവർ പറഞ്ഞു വെച്ചേക്കണേ അച്ഛൻ അവിടുത്തെ ജില്ലാ കളക്ടറാന്നൊക്കെയാണ് പറഞ്ഞു വെച്ചേക്കണേ. അച്ഛൻ ഓണമായിട്ട് വലിയൊരു പടവലങ്ങയും ചേനയും മത്തങ്ങയായിട്ട് ഹയർ റേഞ്ചിൽ നിന്ന് വരുക. അപ്പം അങ്ങനെ ഈ അച്ഛൻ കളക്ടറാന്ന് വന്നിട്ട് ഈ അച്ഛനാണല്ലോ വരണേ. ഈ അച്ഛൻ വന്ന ഈ പുള്ളിയുടേതായ ഒരു ലോക്കലിസവും 2 അഴിച്ച് കഴിയുമ്പോൾ പുള്ളിയുടേതായിട്ടുള്ള പ്രശ്നങ്ങളും ഇതെല്ലാം ഉണ്ടായിട്ട് അച്ഛൻ തിരിച്ചു പോവുക. അച്ഛനെ ഭാര്യ ഇൻസൾട്ട് ചെയ്യും, വിഷമം വന്നിട്ടേ. അപ്പം ഭാര്യ ഇതിനകത്ത് ത്രെഡ് സീരിയസ് ആണെങ്കിൽ ഹ്യൂമറായിട്ട് തിരിഞ്ഞു പോയിട്ട് ഈ മോൻ്റെ ഉള്ളിൽ എന്തായാലും ഒരു വേദന ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൽ വൈഫിൻ്റെ ഉള്ള ദേഷ്യത്തിന് അച്ഛൻ എന്തിനാ ഇപ്പം ഇങ്ങ് വന്നേ, അച്ഛനെ വിളിക്കുക. അച്ഛൻ എന്തിനാ ഇപ്പം വന്നേ, എന്നെ നാണം കെടുത്താനോട്ടെ, ഞാൻ എവിടെയെങ്കിലും പോയി ജീവിക്കൂലേ, അച്ഛന് തരാനുള്ള അമ്മയ്ക്ക് തരാനുള്ള ഞാൻ അവിടെ തരൂലോ, പിന്നെ എന്തിനാ ശല്യം ചെയ്യാനായിട്ട് ഇങ്ങ് വന്നേന്ന് പറഞ്ഞ് ചോദിക്കുമ്പം പുള്ളി ചോദിക്കുക, നീ എന്നെ പറഞ്ഞ ഞാനങ്ങോട്ട് വന്നില്ലല്ലോ, ഞാൻ നിൻ്റെ മാനം കെടുത്താടാ, നിന്നെ ഞാൻ വളർത്തി വലുതാക്കിയെങ്കിലും നിൻ്റെ മാനം കെടുത്താൻ ഞാനവിടെ വന്നിട്ടില്ല. അപ്പം അച്ഛൻ വന്നില്ലേ, പിന്നെ ആരാ അവിടെ വന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ മാവേലി വെച്ചാൽ നിൻ്റെ തലയ്ക്കകത്ത് മനുഷ്യ താമസം ഉണ്ടാവാൻ ഞാൻ നിന്നൊരു സ്വപ്നം കാണിച്ചെന്നേ ഉള്ളൂ. നിൻ്റെ അച്ഛനിവിടെ വന്നിട്ടുമില്ല, നിൻ്റെ അത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മുൻപ് എടീ ഇവനങ്ങ് പ്രഷർ കയറി. ഈ മറ്റൊരാളുടെ താളത്തിനകത്ത് തുള്ളുമ്പോൾ നമ്മുടെ ഉള്ളിലെ ബ്ലഡ് അവിടെ കിടക്കണതിൻ്റെ പേരിലുള്ള ഇത് നമുക്ക് ഓണം അടിച്ചു പൊളിക്കണം. അതെ ചേട്ടാ, നമുക്ക് ഇവിടെ ഈ ഹൗസിംഗ് കോളനിയിൽ ഓണം അടിച്ചു. ഇവിടെയല്ല, എൻ്റെ നാട്ടിൽ ഞാൻ കളിച്ച് വളർന്ന കുളവും കുളിച്ച പ്ലേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് വന്നിട്ട് അതിന് നമ്മൾ ഹ്യൂമറായിട്ട് ചെയ്തു വരും. അതിൽ വേദനയുണ്ട്, വേദനയാണല്ലോ, അതാണ് നമ്മൾ ഹ്യൂമറിലൂടെ പറഞ്ഞു പോകുന്നത്. മറ്റേ ഈ ശ്രീചേട്ടനും ഋഷിചേച്ചിയാണ് അങ്ങനത്തെ ആ സിനിമയാണ് എനിക്ക് ഓർമ്മ വന്നത്. അല്ല, നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു സിനിമയാണ് ഓർമ്മ. ഇതെല്ലാം അത് പ്രചോദന. അതെ 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 അല്ലേ. ഏതാളുകൾക്ക് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു വലിയ, ഏത് ചാർലി ചാപ്ലിന് വരെ കരയാൻ പുള്ളി അത് പറഞ്ഞു, ബില്ല് മഴയത്ത് വാവിട്ട് കരഞ്ഞു പോയിട്ടുണ്ടൊക്കെ. തന്നെ കരച്ചിലാണ് ബേസിക്. അതാണ് ആളുകളുടെ കാഴ്ചപ്പാടിലല്ലേ നമ്മളൊക്കെ പലതുമാണെന്നുള്ള തോന്നിക്കൽ. ബേസിക്കൽ എല്ലാം അതൊക്കെ തന്നെ. ഇപ്പം നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ പല വേദനകളുണ്ടാവും. പിന്നെ പക്ഷെ അതെല്ലാം മറച്ച് വെച്ചുകൊണ്ടാണ് നമ്മളിരിക്കുന്നത്. ആർട്ടിസ്റ്റുകളെല്ലാം അങ്ങനെയല്ലേ. ആർട്ടിസ്റ്റുകളല്ല അത്. പിന്നെ ആളുകളുടെ മുമ്പിൽ ഇവർ പിന്നെ സിനിമാ താരങ്ങൾ മറ്റുള്ള ആളുകളായതുകൊണ്ട് ഇവരെ പെട്ടെന്ന് അറിയുന്നു. ഞാൻ അറിയാത്ത എത്രയോ പേരുകളുണ്ട് അല്ലേ. അപ്പോൾ അതാണ് നമ്മളുടെ ജീവിതം തന്നെ ഒരു നാടകമല്ലേ. തീർച്ചയായിട്ടും അത്. നമ്മളിപ്പോൾ ഒരു ഗൾഫിൽ കിടക്കുന്നവൻ ഇവിടെ വന്ന് അവൻ്റെ അവിടുത്തെ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ച് എൻ്റെ ഭാര്യയും മക്കളും നല്ല രീതിയിൽ ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് ആ ദുഃഖങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടല്ലേ നമ്മളിവിടെ എല്ലാം കാണിക്കണേ. പക്ഷെ അവരത് അറിയുന്നില്ല, പക്ഷെ അവരത് അറിയിക്കണം. അതാണ് അതിൻ്റെ സത്യം. അറിയിക്കേണ്ടതാണ്. എങ്കിലും നമ്മൾ അറിയിക്കാതിരിക്കണതാണ് അത് നമ്മളുടെ. അവരെ ഞാനോ അനുഭവിക്കുക, അവരെങ്കിലും അനുഭവിക്കാതിരിക്കട്ടെ എന്നുള്ളൊരു ചിന്തയിലല്ലേ അവരത് പറയാതിരിക്കണേ. അതെ 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 സത്യത്തിൽ അത് പറയണം. അവരുടെ വിചാരം എൻ്റെ അച്ഛൻ അവിടെ നിന്ന് കുലിക്കും മറിച്ച് ഭൂകര ഫുഡും കഴിച്ച് തകർക്കുവാന്ന വിചാരം. ഓരോ ഗൾഫുകാരനും പറയാനുള്ള ഓരോ കഥകളും കേട്ടാൽ നമുക്ക് ഒരുപാട് സിനിമകൾ ഇവിടെ ഇറങ്ങും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഒരു ആടുജീവിതമൊന്നുമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് സിനിമകൾ ഒരുപാട്. അത് പുറത്ത് പറയില്ല. അന്നൊരു സ്പ്രേ അടിച്ച് പിന്നെ ആ നാടിൻ്റെയൊക്കെ ഓരോ നാടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കറക്കൂല. അവിടുത്തെ ഒരു അന്തരീക്ഷത്തിൻ്റെ പ്രത്യേകതയാണ്. അവർ വെളുത്ത് തുടുത്തിരിക്കുക. അതാണല്ലോ ബേസിക്കലി. വെളുത്ത് തുടുത്തിരിക്കണവനൊക്കെ കാശുകാരനും കറുത്തിരിക്കണവൻ ദരിദ്രനും എന്നുള്ളൊരു കൺസെപ്റ്റാണ് അല്ലേ. എന്ന് പറഞ്ഞാൽ ആ നാടിൻ്റെ ഒരു പ്രത്യേകത. നമ്മളെങ്ങനെ നിന്നാലും ഇവിടെയൊക്കെ ചുമക്കും. നമ്മളൊന്നും ചുമക്കൂല.